നമ്മുടെ ബാംഗ്ലൂർ യാത്രയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. ഇതിൽ നല്ലൊരു ചിക്കൻ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ കുട്ടി ഷെഫാണ് കേട്ടോ. അതായത് എൻ്റെ നാത്തൂൻ്റെ മോനാണ്. വിശേഷങ്ങൾ വഴിയേ പറയാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. നേരെ വീട്ടിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നാത്തൂൻ്റെ മോൻ താമസിക്കുന്ന വീട്. ഇതിൽ ഫ്രണ്ടിൽ തന്നെ ഇവൻ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അപ്പൂപ്പൻ്റെ ഫോട്ടോയും പിന്നെ അതുപോലെ തന്നെ കസിൻസുമായിട്ടുള്ള ഫോട്ടോയും അപ്പൻ്റെ അമ്മയുടെയും ഫോട്ടോയും എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിങ് റൂമിൽ ഈ ഒരു ബുദ്ധൻ്റെ പിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ നല്ല നീറ്റായിട്ട് നന്നായിട്ടാണ് വെച്ചേക്കുന്നത്. ഇനിയാണ് റെസിപ്പി പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ഷെഫ് കുട്ടൻ ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കുവാണ്. അവരുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് കേട്ടോ. ചിക്കനൊക്കെ അത് ഇവിടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നാത്തൂനാണ് സവോളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഹോൾ സ്പൈസസ് വേണമെന്നൊക്കെ അവൻ്റെ പറഞ്ഞത്. ഞങ്ങൾ പിന്നെ 3-4 ദിവസം നിൽക്കാൻ വന്നതുകൊണ്ട് ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആയിരുന്നു. അപ്പോഴത്തേക്കും ആ സവോളയൊക്കെ വഴിച്ചിട്ടുണ്ടായിരുന്നേ. മോൻ ഇതിനകത്ത് എനിക്ക് കൂടെ വന്നേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൽ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർത്താണ് ഈ സവോള വഴറ്റുന്നത്. നന്നായിട്ടിങ്ങനെ മൊരിയിച്ച് വഴറ്റിയെടുക്കണം, ബ്രൗൺ നിറാവുന്ന വരെ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതലാണ് കേട്ടോ ചേർത്തേക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു മാർക്കറ്റിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണേ. നമ്മൾ മെട്രോയിലാണ് പോകുന്നത് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ മെട്രോയിൽ കയറുന്നത്. നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫിയൊക്കെ എടുക്കാൻ നോക്കിയതാണ്. അത് ശരിയായോ എന്നറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരുന്നു. നമ്മൾ കയറിയപ്പോഴത്തേക്കും ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം കൂടെ ആകാറായപ്പോഴത്തേക്കും വലിയ ചൂടുമില്ല, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ വന്നു, ബാഗ് മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ജ്യൂസ് കൊള്ളത്തേ ഇല്ലായിരുന്നേ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കരിമ്പ് ജ്യൂസിലാണെങ്കിൽ അവർ ഇഞ്ചിയും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർക്കും. പക്ഷേ ഇതിലൊന്നും ചേർത്തിട്ടില്ല. അവർ എന്തോ ഒരു മസാലയുണ്ട്, ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് മോൻ പറഞ്ഞതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു. ഈ സമയം ആയപ്പോഴത്തേക്കും രണ്ടാമത്തെ നാത്തൂൻ്റെ മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഷോപ്പിങ്ങിനൊക്കെ പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു സംഭവമാണ് കേട്ടോ വിധാൻ സൗത്ത് എന്ന് പറയുന്ന അവിടുത്തെ നിയമസഭാ മന്ദിരം. ഇവിടെ നമുക്കുള്ളത് പോലത്തതാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ വരുന്ന ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. ഉച്ചക്കലത്തേക്ക് ചമ്മന്തിയും കിഴങ്ങ് മെഴുക്ക് വരട്ടിയും തോരനും പപ്പടവും മീനച്ചാറും എല്ലാം കൂടി ചേർത്ത് നമ്മളൊരു തട്ടിക്കൂട്ട് ഊണൊക്കെ റെഡിയാക്കി. നല്ല ടേസ്റ്റുള്ള ഊണാണേ. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചപ്പോഴത്തേക്കും മോൻ പെട്ടെന്ന് പോയി സ്വീറ്റ്സ് മേടിച്ചുകൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പോയി കേട്ടോ. ഇനിയാണ് നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത്. ഞങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും അവനങ്ങ് ഭയങ്കരമായിട്ട് സാഡ് അടിച്ച് നിൽക്കുക കേട്ടോ. നമ്മുടെയൊക്കെ മക്കൾ എത്രത്തോളം വളർന്നാലും എത്ര നല്ല പൊസിഷനിലെത്തിയാലും അവർ നമുക്കെന്നും കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും. അവരുടെ ഒരു കണ്ണ് നിറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാഴ്ചയല്ല കേട്ടോ. പിന്നെ ഇതിപ്പം എന്തായാലും 3-4 ദിവസം കഴിയുമ്പം അതവന് ശീലമായിക്കോളും, നമുക്ക് ശീലമാവും. എന്തായാലും നമ്മൾ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുവാണേ. ഈ വരുന്ന വഴിക്ക് ഇടയ്ക്ക് ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ കയറിയിട്ട് ഇതേപോലെ മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടുന്ന് പോകാൻ നേരം കഴിച്ചത് വെച്ച് നോക്കുമ്പം നല്ലതായിരുന്നു. പിന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം എല്ലാവർക്കും ക്ഷീണം, കാലുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നേ. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയപ്പോൾ ആ കുതിരാൻ തുരങ്കമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എടുക്കണമെന്നൊക്കെ വിചാരിച്ചത്, അതൊന്നും പറ്റിയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബാംഗ്ലൂരിലേക്കുള്ളൊരു യാത്ര എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും മക്കൾക്കും ഹസ്ബൻഡിനും കൂടെ അവധിയൊക്കെ കിട്ടി അങ്ങനെ പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. അങ്ങനത്തെ അങ്കമാലി എത്തി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറയാൻ മറന്നുപോയി, നേരത്തെ വന്നപ്പോൾ നാത്തു മാത്രമായിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ അടുത്ത ദിവസം ആയപ്പോൾ മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും അത് നല്ലൊരു കാര്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വെളുപ്പാങ്കാല സമയത്തൊക്കെ നാത്തൂന് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നില്ലായിരുന്നല്ലോ. അങ്ങനത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ കൊട്ടാരക്കര എത്താറായി വരുന്നുണ്ട്. പിന്നെ ദേ അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ചിട്ട് നേരെ നാത്തൂനെ വീട്ടിലാക്കിയതിന് ശേഷം ഞാനങ്ങ് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അടുത്തടുത്താണ് കേട്ടോ താമസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.